എൻ്റെ കുട്ടിക്കാലത്തെ മറക്കാനാവാത്ത 2 രുചി ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വലിയ മത്തി കിട്ടിയിട്ടുണ്ടെന്ന്. നല്ല ഫ്രഷ് മത്തിയാണ്. അപ്പോൾ അത് നമുക്ക് വെട്ടി കഴുകി നല്ല ക്ലീനാക്കി എടുക്കാം. ഗോതമ്പ് പൊടി ഉപ്പുകല്ലും ഒക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇത്രയും നന്നായിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മത്തിയെല്ലാം നല്ല ക്ലീനാക്കിയിട്ട് നന്നായിട്ട് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം. ഇതിൽ ഉപ്പുകല്ലും കൂടെ ചേർത്താണ് ഞാൻ അരച്ചിരിക്കുന്നത്. ഉപ്പുകല്ല് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് അരച്ച് പുരട്ടി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു ചെറിയ അരപ്പ് തയ്യാറാക്കണം. ഒരു പിടി ചുമന്നുള്ളി തീരെ പൊടിയായിട്ട് അരിഞ്ഞത്, ഇച്ചിരി കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, അല്പം ഇഞ്ചി അതും തീരെ പൊടിയായിട്ട് അരിയണം. പച്ചമുളകും അതുപോലെ പൊടിയായിട്ട് 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി അതും തീരെ പൊടിയായിട്ട് അരിയണം. ഇനി ഇപ്പം നമുക്ക് മത്തി കിട്ടുമ്പോൾ നല്ല പനിഞ്ഞീനുണ്ട് അതിന്. അപ്പോൾ വലിയ മത്തിക്ക് നല്ല മുഴുത്ത പനിഞ്ഞീനാണ്. അത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ വെച്ചിരുന്ന അരപ്പെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾ മിക്കവരും തന്നെ ഇത് തയ്യാറാക്കിയിട്ടുണ്ടാകത്തില്ല. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സെറ്റൊന്നും ഇത് കഴിച്ചിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ല രുചിയാണ്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പനിഞ്ഞീന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനിഞ്ഞീനിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി ഒന്ന് യോജിപ്പിക്കണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ പനിഞ്ഞീനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3-4 വാഴയില ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കണം. നന്നായിട്ട് വൃത്തിയാക്കി അതൊന്ന് വാട്ടി എടുത്ത് വയ്ക്കണം. ഒരു 4-5 വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിലൊരു 2 വാഴയില ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ പനിഞ്ഞീന് വയ്ക്കാം. ഇനി ഇത് നമുക്ക് നമ്മൾ ചോറും പൊതിയൊക്കെ കിട്ടുന്നത് പോലെ ഇത് 2 സൈഡിൽ നിന്നും ഇങ്ങനെ എടുത്ത് ഇത് മടക്കി പൊതി പോലെ ഇത് കെട്ടണം. ഇനി നമുക്കിത് വേറൊരു വാഴയിലയിലേക്ക് കമഴ്ത്തി വെച്ചിട്ട് അത് വീണ്ടും ഇങ്ങനെ കെട്ടണം. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം വാഴയിലയിൽ നന്നായിട്ട് പൊതിയണം. അവസാനത്തെ വാഴയില ഇച്ചിരി വലുതാണ്. അതിലേക്ക് വീണ്ടും ഇത് കമഴ്ത്തി വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് പൊതിഞ്ഞ് ചാക്കുനൂലോ അല്ലെങ്കിൽ വാഴനാരോ വെച്ച് നമുക്കിത് കെട്ടിയെടുക്കണം. ഇത് അടുപ്പിൽ നല്ല കനലുണ്ടെങ്കിൽ കനലിലിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ സൗകര്യത്തിന് ഒരു പാലപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. പാലപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയ പനിഞ്ഞീൻ്റെ പൊതി നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. തിരിച്ചും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 20-25 മിനിറ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചും വിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് മത്തി ഒന്ന് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇതുപോലെയല്ല, നമ്മൾ അടിയിൽ നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ മതി. ഒരുപാട് വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കണ്ട. ഇതുപോലെ ഈ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇങ്ങനെ തണ്ടോടെ നിരത്തണം. അപ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് മത്തിയും പൊരിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല രുചിയാണ്. മത്തി ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം.
5 6 മത്തി വീതം ഇട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പനിമീൻ എന്നായെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് നല്ല മണമാണ്, നല്ല ചൂടാണ്. അപ്പം സൂക്ഷിച്ച് തിരിച്ചിടണം, തിരിച്ചും മറിച്ച് വിട്ട്. അപ്പം വാഴയില നന്നായിട്ട് മുരിഞ്ഞ ഒരു കരിയുന്ന പരുവം വരും. പുറത്തെ വാഴയിലയെല്ലാം കരിഞ്ഞാലും അകത്തെ വാഴയില കരിയത്തില്ല. അപ്പം അതിനാണ് 2-3 മടക്ക് നമ്മളിങ്ങനെ എടുക്കുന്നത്. അപ്പം മത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാറായിട്ടുണ്ട്. നമുക്കിപ്പം മത്തി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ പനിഞ്ഞീൻ പൊരിച്ചെടുക്കുന്നതും വാഴയിലയിൽ പൊരിച്ചെടുക്കുന്നതും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കണം. ഇപ്പം മത്തി മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി ഇത് അല്പസമയം കൂടെ കഴിഞ്ഞാലിത് വാങ്ങാം. ഇനി നമ്മുടെ പനിഞ്ഞീൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമുക്കൊന്ന് കാണേണ്ടത്. ഇത് ഓരോ ഇലയായിട്ട് നമുക്ക് തുറന്ന് നോക്കാം. പണ്ട് വീട്ടിലിങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേക്ക് അച്ചാച്ചൻ പറഞ്ഞു തന്ന ഒരു രുചിയാണിത്. അപ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് കൊതിയാകും. അപ്പം ഇങ്ങനെ അമ്മ തയ്യാറാക്കി തരുമ്പം ഞങ്ങൾ അമ്മയോട് പറയും, അച്ചാച്ചന് കുറച്ച് കൊടുത്താൽ മതി, ഞങ്ങൾക്ക് കൂടുതൽ തരണം. കാരണം അച്ചാച്ചൻ ചെറുപ്പത്തിലെല്ലാം ഇഷ്ടംപോലെ ഇത് കഴിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് തരണമെന്ന് പറയും. അപ്പോൾ അച്ചാച്ചൻ ഓർക്കും ഇത് പറഞ്ഞു കൊടുത്തത് അബദ്ധമായല്ലോ എന്ന്. അതുപോലെ ഞങ്ങൾ കണ്ടില്ലേ, നല്ല മണവും നല്ല രുചിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇപ്പം മീനൊക്കെ കിട്ടുമ്പോൾ ചെറിയ പനിഞ്ഞീനാണെങ്കിൽ നല്ലതാണ്, ഒന്നുകൂടെ വലിയ മീനിൻ്റെ പനിഞ്ഞീനെക്കാട്ടിൽ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ഇത് ചുട്ടെടുക്കാം.